ഹായ്, ഡിക്സോൺ ടെക്നോളജീസിൻ്റെ Q2 റിസൾട്ട് വന്നിട്ടുണ്ട്. ഡിക്സോൺ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ മൊബൈൽ മാനുഫാക്ചറിങ്, ലാപ്ടോപ്പ്, TV, റെഫ്രിജറേറ്റർ അങ്ങനത്തെ സാധനങ്ങൾ മാനുഫാക്ചർ ചെയ്യുകയാണ് അവർ ചെയ്യാറ്. B2B ബിസിനസ്സാണ് ഇവർ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഒപ്പോ, വിവോ പോലത്തെ കമ്പനികൾക്ക് മൊബൈൽ ഫോൺസ് ഉണ്ടാക്കി കൊടുക്കുക, അതുപോലെ അതിൻ്റെ ബാക്കിയായിട്ടുള്ള കമ്പോണൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് ഡിക്സൺ എന്ന് പറഞ്ഞാൽ. അവർ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അല്ലാതെ കമ്പോണൻസും കൊടുക്കാറുണ്ട്. സോ 80% മുകളിൽ റവന്യൂ വരുന്നത് മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് സെയിൽ ചെയ്യുന്നതാണ്. അതിന് ഏകദേശം ഒരു 10-12% അവർക്ക് വരുന്നത് TV, അതേ റെഫ്രിജറേറ്റർ അതുപോലത്തെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്തിട്ടാണ്. ബാക്കിയുള്ള റിമൈനിങ് പെർസെൻറ്റേജ് 7-8% വരുന്നത് ബാക്കിയുള്ള ഹോം അപ്ലയൻസസും ബാക്കി ഇലക്ട്രോണിക് സാധനങ്ങളും സെയിൽ ചെയ്തിട്ടാണ്. സോ ഇതാണ് അവരുടെ മെയിൻ റവന്യൂ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ഇവർ നല്ല രീതിയിൽ ക്യാപിക്സ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതുകൂടാതെ തന്നെ നല്ല രീതിയിൽ ഗൈഡൻസ് തരുന്നുണ്ട്, അതേപോലെ തന്നെ പെർഫോമൻസും ചെയ്യുന്നുണ്ട്. പിന്നെ പുതിയ പോർട്ട്ഫോളിയോയിലേക്ക് പുതിയതായിട്ട് ഇപ്പം പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. 2 ഡോർ റെഫ്രിജറേറ്റർ, അതേപോലെ തന്നെ ഇവർ പിന്നീട് കൂളർ പുതിയതായിട്ട് അവരുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഈ വർഷം തൊട്ടിട്ട്. സോ നല്ല രീതിയിലാണ് ഈ ബിസിനസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ Q2 റിസൾട്ടിൽ ഇവർ 100% മുകളിൽ ഗ്രോ ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയാണ്. പക്ഷേ Q2 റിസൾട്ടിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അറൗണ്ട് 29-30% ഇവരുടെ റവന്യൂ ഗ്രോത്ത് താഴേക്ക് പോയിട്ടുണ്ട്. അത് അതർ ഇൻകം കൂടെ കൂട്ടിയാൽ പോലും അറൗണ്ട് 33% ഇവർക്ക് റവന്യൂ ഗ്രോത്ത് ഉള്ളൂ. പ്രോഫിറ്റ് ഗ്രോത്ത് അറൗണ്ട് 80% ഉണ്ട്. സോ ഒരു 100% ഗ്രോ ചെയ്തിരുന്നൊരു കമ്പനി ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വാർട്ടറിൽ 29-30% താഴേക്ക് പോകുമെന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ നല്ലൊരു പാനിക് ക്രിയേറ്റ് ചെയ്യും. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും ഈ 100% അറൗണ്ട് ആ ഒരു രീതിയിലുള്ള ഒരു ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ 100% റവന്യൂ ഗ്രോത്തും 100ന് മുകളിൽ റവന്യൂ ഗ്രോത്തും അതേപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് 200% മുകളിലുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ കമ്പനിയുടെ PE ഓട്ടോമാറ്റിക്കലി റവന്യൂ ഗ്രോത്ത് കൂടുമ്പോൾ കുറഞ്ഞുകൊണ്ടിരുന്നതാണ്. സോ ഈ പ്രാവശ്യം 80%ഓളം പ്രോഫിറ്റ് ഗ്രോത്ത് വന്നു എന്നുണ്ടെങ്കിലും റവന്യൂ ഗ്രോത്ത് ഇത്രയും കുറഞ്ഞത് ആൾക്കാരിൽ കൺസേൺ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹൈ PE കൊടുത്ത് വാങ്ങുന്ന ആൾക്കാർക്ക് ഒരു കൺസേൺ അല്ലെങ്കിൽ ഒരു പാനിക് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇവരുടെ ഇനി അടുത്ത ക്വാർട്ടർ റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വാർട്ടറിൽ കമ്പനി വീണ്ടും ഇതിപ്പം മെയിനായിട്ട് ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റവന്യൂ ഗ്രോത്ത് ഇങ്ങനെ താഴേക്ക് പോകാനുള്ള റീസൺ എന്ന് പറയുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിലാണല്ലോ GSTയുടെ കട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ന്യൂസ് പുറത്തു വരുന്നത്. സോ അതുകൊണ്ട് ആ ഓഗസ്റ്റ് തൊട്ട് സെപ്റ്റംബർ 22 വരെ, അതായത് GST കട്ട് നിലവിൽ വരുന്നിടം വരെയുള്ള സമയത്ത് ഇവർ ഓർഡേഴ്സിൽ ഒരുപാട് കുറവ് വന്നു. കാരണം ഒരുപാട് ആളുകൾ പർച്ചേസിങ് മാറ്റി വെച്ചുകൊണ്ട് തന്നെ ഇവർക്ക് കിട്ടുന്ന മാനുഫാക്ചേഴ്സിൻ്റെ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഇവരുടെ കസ്റ്റമേഴ്സിൽ നിന്ന് ഇവർക്ക് കിട്ടുന്ന ഓർഡേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞിരുന്നു. സോ അതുകൊണ്ടാണ് റവന്യൂ ഇത്രയും കുറഞ്ഞതെന്നാണ് അവർ പറയുന്നത്. അവരുടെ മൊബൈൽ ആ സെക്ടറിൽ അവർക്കിപ്പോഴും ഒരു ഏകദേശം 40% മുകളിൽ ഗ്രോത്ത് ഉണ്ടായിരുന്നു ഈ ക്വാർട്ടറിൽ. പക്ഷേ എന്നിരുന്ന പോലെ ഇപ്പം എല്ലാം നോർമലൈസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ക്വാർട്ടറിൽ Q3 ഇവർ ഇതിൻ്റെ റിസൾട്ട് കാണിച്ചേ പറ്റും. കാരണം ഈ ഒരു രീതിയിൽ തിരിച്ച് അവരുടെ റവന്യൂ ഗ്രോത്ത് അറൗണ്ട് 100% അടുത്തേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എല്ലാ കാര്യങ്ങളും നോർമലായിട്ടല്ല വർക്ക് ചെയ്യുന്നൊരു ഫീൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഹൈ PE കൊടുത്ത് വെച്ചിരിക്കുന്ന ആളുകൾക്ക് അതൊരു അത്ര നല്ല ബെറ്റായിട്ട് തോന്നില്ല ആ ഒരു സമയത്തേക്ക് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ അടുത്ത ക്വാർട്ടർ റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.